ഈ ഓണം വളരെ സ്പെഷ്യലാണ് അല്ലേ? ആഭ്യന്തരമന്ത്രിയായി ഇതിനു മുൻപും ഓണം ആഘോഷിച്ചിട്ടുണ്ടെങ്കിലും ഈ മന്ത്രിസഭയിൽ വന്നതിന് ശേഷമുള്ള ആദ്യ ഓണമാണ്. എന്താണ് ഈ ഓണത്തിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി? ഈ ഓണം ഒരു തുഫാൻ ഓണമാണ്. ഈ ലഹരിയില്ലാത്തൊരു ഓണം. രാസലഹരിയുടെ പിടിയിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കാൻ വേണ്ടി ഈ ഗവൺമെൻറ് നടത്തുന്ന ഏറ്റവും വലിയ പരിശ്രമത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഈ ഓണം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് തുഫാൻ ഓണമാണ് ഞാൻ പറഞ്ഞത്. ജനങ്ങൾ അതിനെ പൂർണ്ണമായി സ്വാഗതം ചെയ്തിട്ടുള്ള ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഓണത്തിൻ്റെ പ്രത്യേകത ലഹരിമുക്തമായ ഒരു ഓണമാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സാധാരണ ഈ ആഘോഷം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അറിയാം പല ഇടങ്ങളിലും അത് ലഹരി ഒഴുകുന്ന ദിവസം കൂടിയാണ്. ഓണത്തിലും റെസ്റ്റ് ഇല്ല എന്നതാണ് മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഓണം അനുബന്ധിച്ച് നടക്കുന്ന ഈ ലഹരിയുടെ വലിയ ഒഴുക്ക് തടയാനുള്ള എന്തൊക്കെ നിർദ്ദേശങ്ങൾ? അതിൻ്റെ എല്ലാ നടപടികളും കൈക്കൊണ്ടിട്ടുണ്ട്. രാസലഹരി പ്രത്യേകിച്ചും കേരളത്തിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളാണ് കൈക്കൊണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായി തന്നെ കേരളം മുഴുവൻ വളരെ വിജിലൻ്റായി പോലീസും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലായിടത്തും ആ പ്രവർത്തനം മൂലം കോടിക്കണക്കിന് രൂപയുടെ സാധനങ്ങളാണ് പിടിക്കുന്നത്. കഴിഞ്ഞ ദിവസം പാലക്കാട്ട് അത് ഒരു ഫാമിലി ഉൾപ്പെടെയുള്ള ആളുകളെയാണ് പിടിച്ചത്. അവർ വൻതോതിലാണ് ഹൈബ്രിഡ് കഞ്ചാവ്, അതോടൊപ്പം തന്നെ MDMA, കൊക്കൈൻ, എല്ലാ ലഹരി പദാർത്ഥങ്ങളും കൊണ്ടുവന്നു. അതിന് മുഴുവൻ പോലീസ് പിടിച്ചു. അതുകൊണ്ട് ഇത്തവണ വൻതോതിലുള്ള ലഹരി വേട്ടയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഈ ഓണത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. തീർച്ചയായും ഓണത്തിൻ്റെ പ്രത്യേകത തന്നെ ലഹരി വേട്ടയ്ക്കെതിരായ പ്രവർത്തനമാണ്. ചേച്ചി, ഈ ഓണം ഒരുപാട് വീട്ടിൽ കണ്ണീരും നൽകുന്നുണ്ട് അല്ലേ? ലഹരി അതിൽ നടക്കുന്ന അക്രമങ്ങൾ, മറ്റ് അപകട സംഭവങ്ങളൊക്കെ ആണെങ്കിലും ഇത്തവണ സാറിൻ്റെ ഓണം എന്ന് പറയുന്നത് കുറേ അമ്മമാരുടെയും പെങ്ങന്മാരുടെയൊക്കെ പ്രാർത്ഥന, ഭാര്യമാരുടെയൊക്കെ പ്രാർത്ഥന കൂടി ആർസിക്കുന്നുണ്ട്. അതൊരു വലിയ അനുഗ്രഹമായിട്ട് കരുതുന്നുണ്ടോ? അതെ, ഉറപ്പായിട്ടും. ഞങ്ങൾക്ക് അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നല്ല സന്തോഷമുണ്ട്. ഈ ലഹരിക്കെതിരായ ഈ പ്രവർത്തനം, അതിന് കിട്ടുന്ന അപ്രീസിയേഷൻ അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ? ശ്രദ്ധിക്കാറുണ്ട്. അതോ മാസ്റ്റർ ബ്രെയിൻ ചേച്ചിയാണോ? അല്ല. എന്നാലും നമുക്ക് ആ പവർ കിട്ടുമ്പോൾ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നത് ചെയ്യുക, നാടിന് നന്മ ചെയ്യുക എന്നതാണല്ലോ. അത് ഫലപ്രദമായി ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന വിലയിരുത്തലാണോ ഉള്ളത്? അതെ അതെ, ഞങ്ങളെല്ലാവരും പറയും ചേട്ടൻ എന്ത് ചെയ്താലും നന്നായിട്ട് ചെയ്യുള്ളൂ. എല്ലാ കാര്യത്തിലും ആ ഒരു നിർബന്ധമുണ്ട്. അതെ അതെ. കഴിഞ്ഞ തവണ കുബേരയായിരുന്നു, മറ്റേ കൊള്ളപ്പലിശക്കാരെ പിടിക്കാനായിരുന്നു ഇല്ലേ? അതും ഒരുപാട് പേരുടെ കണ്ണീരൊപ്പുന്നതായിരുന്നു. ഇത്തവണ ഈ ലഹരിയാണ് ഏറ്റവും വലിയൊരു പ്രശ്നം നമ്മളിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നതെന്ന് ബോധ്യമുണ്ടല്ലോ അല്ലേ? അതെ അതെ. എപ്പോഴെങ്കിലും ജീവിതത്തിൽ ലഹരി ഒരു ഭീഷണിയായിട്ട് വന്നിട്ടുണ്ടോ? 2 ആൺമക്കളെയൊക്കെ പുറത്തു പോകുന്ന ഒരു അമ്മയുടെ മനസ്സെന്ന് പറയുന്നത് എപ്പോഴും ആശങ്കകളുടേതായിരിക്കും ഇല്ലേ? അവർ പോയിട്ട് തിരിച്ചെത്തുന്നിടം വരെ എപ്പോഴെങ്കിലും അങ്ങനെ ഒരു ആശങ്ക തോന്നിയിട്ടുണ്ടോ? എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ചേട്ടൻ മന്ത്രിയാവുമ്പോൾ ഇതിനെതിരെയൊക്കെ കർശനമായിട്ട് നടപടി എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ചേട്ടൻ്റെ മനസ്സിൽ തോന്നിയതാണ്, എനിക്ക് ഞാൻ പറഞ്ഞിട്ടൊന്നും. മൊത്തം ക്രെഡിറ്റും ചേട്ടന് തന്നെയാണ് എന്നാ പറയണേ? മൊത്തം ക്രെഡിറ്റും ചേട്ടന് തന്നെയാണെന്ന്. മോനെ, അച്ഛനെ എന്തിനാ പിടിച്ചേ ഇപ്പോ? ചുമ്മാ എൻ്റെ അച്ചാച്ചനാണല്ലേ, അത് ഒരു അധികാരം കാണിക്കലാണോ? ഓണൊക്കെ എവിടം വരാ? ഓണൊക്കെ എങ്ങനെയാ ആഘോഷിക്കുന്നേ? അച്ഛൻ എന്താ ഓണത്തിന് മേടിച്ചു തന്നേ? ഒന്നും മേടിച്ചു തന്നില്ലേ? അയ്യോ, കുഞ്ഞു വാവയ്ക്ക് പോലും ഒന്നും മേടിച്ചു കൊടുത്തിട്ടില്ലേ? ഒന്നും കൊടുത്തില്ലേ? ഓണക്കോടി മേടിച്ചില്ലേ? ഓണക്കോടി മേടിച്ചില്ല. കഴിഞ്ഞ ഓണത്തിന് എന്താ മേടിച്ചു? ഉടുപ്പ് വാങ്ങിച്ചു. നേരത്തെ മേടിച്ചു? എന്തെങ്കിലും പറഞ്ഞോ? എനിക്ക് ഈ ഓണത്തിന് ഇന്ന സാധനം വേണോന്ന് എന്തെങ്കിലും പറഞ്ഞോ? എന്തെങ്കിലും 2-3 ഓർഡർ പറയാൻ, ഇന്ന സാധനങ്ങളൊക്കെ വേണോന്ന്. എന്നും ടോയ്സ് കൊടുത്തില്ലെങ്കിൽ അടിയാ. എന്നും വേണം. അപ്പൊ എന്നും പോയിട്ട് വരുമ്പോ ടോയ്സ് വേണം. അത് ഡെയിലി പോയി വരുമ്പോ അതോ സ്പെഷ്യൽ ട്രിപ്പ്? എന്നും പോകുമ്പോ വേണം. എന്നും പോകുമ്പോ ടോയോ? ഏതാ? ഇല്ല, കാറാണോ? ചെറിയ കാറ് അതാണോ? അതിന്റെ കളക്ഷൻ ഉണ്ടോ? ഹോട്ട് വീൽസ്. അത് തന്നെ, എനിക്ക് പേര് ഓർമ്മ വന്നില്ല പെട്ടെന്ന്. ഹോട്ട് വീൽസിന്റെ ആളല്ലേ? കളക്ഷൻ ഉണ്ടോ? കുറേ ഉണ്ട്. ആന്റിയുടെ വീട്ടിലും ആന്റിയുടെ ബ്രദറിന്റെ മക്കൾക്കൊക്കെ കളക്ഷൻ ഉണ്ട്. ഇത് എക്സ്ചേഞ്ച് ഒക്കെ ചെയ്യാറുണ്ടോ? ഫ്രണ്ട്സുമായിട്ട് എക്സ്ചേഞ്ച് ഒക്കെ ചെയ്യാറുണ്ടോ? എനിക്ക് ഫ്രണ്ട്സ് എവിടെ? ആരാ അപ്പൊ ബെസ്റ്റ് ഫ്രണ്ട്? ഇതിലാരാ ബെസ്റ്റ് ഫ്രണ്ട്? പറഞ്ഞ ആരാ ബെസ്റ്റ് ഫ്രണ്ട്? അച്ഛനാണോ അച്ഛമ്മയാണോ? സ്കൂളില്. എനിക്ക് ആരാ പിന്നെ ഫ്രണ്ട് എന്ന് ചോദിച്ചതോ? സ്കൂളിലെ ആരാ? ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്. അച്ഛമ്മയും അച്ഛനും ഇരിക്കുന്നു. ഇതിലാരാ ബെസ്റ്റ് ഫ്രണ്ട്? അച്ഛനും അച്ഛമ്മയും ഇരിക്കുമ്പോ ആരാ ബെസ്റ്റ് ഫ്രണ്ട്? 2 പേരും ഫ്രണ്ടാ.
അതിലൊരു പാർഷ്യാലിറ്റി ഇല്ല. രണ്ടുപേരും ഫ്രണ്ടാ. ഓണം കുടുംബത്തോടൊപ്പം, ഓണം അല്ലെങ്കിലും വലിയ ഫാമിലി മാനാണ്, എപ്പോഴും കുടുംബത്തോടൊപ്പം ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. ഓണം ആകുമ്പം കുറച്ചുകൂടി സന്തോഷം അല്ലേ? തീർച്ചയായിട്ടും. ഓണം എന്ന് പറയുന്നത് നമ്മുടെ ദേശീയ ഉത്സവമല്ലേ. അപ്പോൾ എല്ലാ മലയാളിയും ലോകത്ത് എവിടെ ഉണ്ടെങ്കിലും ആഘോഷിക്കുന്ന ഓണമാണ്. അപ്പോൾ ആ ഓണം നമ്മളെല്ലാവരും ഒരുമിച്ചാണ് ആഘോഷിക്കേണ്ടത്. തവണ അമ്മയില്ല എന്നൊരു വിഷമമുണ്ട്. എല്ലാ തവണയും അമ്മയോടൊപ്പമാണ് ഓണം ആഘോഷിക്കാറുള്ളത്. ഇത്തവണ അമ്മയില്ല, അതിൻ്റെ ഒരു വിഷമമുണ്ട്. എന്താ ഓണം സ്പെഷ്യൽ? ഭക്ഷണം കഴിക്കുക, എല്ലാവരെയും പോലെ ഭക്ഷണം കഴിക്കുക, പുറത്തൊക്കെ പോവുക, അങ്ങനെയൊക്കെ. അതിനല്ലാണ്ട് എന്തെങ്കിലും പ്രത്യേകത? അതൊക്കെ ഉള്ളൂ. നമ്മൾ തന്നെയല്ല, ഈ ഓണത്തിന് ഒത്തിരി പരിപാടിയുണ്ട് എനിക്ക്. അതുകൊണ്ട് ഊണ് കഴിഞ്ഞിട്ട് അന്നേരം സ്ഥലം വിടും, ഔദ്യോഗിക പരിപാടി. ആ മണ്ഡലത്തിലേക്ക് പോകും. എൻ്റെ മണ്ഡലം ഹരിപ്പാടാണ്. അവിടെയാണ് ഏറ്റവും കൂടുതൽ വള്ളം കളികൾ. എല്ലാ ഓണം ഇങ്ങനെയല്ലേ? അതുകൊണ്ട് പ്രത്യേകിച്ച് ഉണ്ട് കഴിഞ്ഞാൽ അപ്പൊ പോകും. ഫിലിമിനൊന്നും പോകത്തില്ല? ഈ നമ്മൾ ഓണസദ്യക്ക് വേണ്ടിട്ട് വൈകുന്നേരം ഫിലിമിന് പോയ ഒരു ഓർമ്മയില്ലേ? ഓണത്തിന്റെ അന്നൊന്നും പോയിട്ടില്ല. അല്ലാണ്ട് പോകും, പോയിട്ടുണ്ട്. ഇപ്പൊ ഒക്കെ പോകും. ഒന്നും പോവാറില്ല. മിനിസ്റ്റർ ആവുന്നതിന് മുമ്പ് വല്ലപ്പോഴൊക്കെ പോകും. ചേച്ചിക്ക് പുറത്ത് പോയി സിനിമ കാണുന്ന ഇഷ്ടമാണ്? ഞാനും മക്കളുമായിട്ട് പോകും. സാർ RC മാത്രം വരത്തില്ല? കുറെ നാളായി പോയിട്ട്. ഈ ഓണത്തിന് ഒരു സിനിമ കാണാൻ ഇറങ്ങിയാലോ? പറ്റുമോ? സിനിമ ഈ ഓണത്തിന് പാടായിരിക്കും. ഈ പ്രോഗ്രാംസ് ഒക്കെ ഉള്ളതുകൊണ്ടേ അത് കഴിഞ്ഞൊരു ദിവസം യാത്രയൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടോ ഓണം? ഇല്ല. പുറത്തൊക്കെ വിദേശത്തൊക്കെ ഫാമിലി ആയിട്ട് പോകാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് എന്നറിയാം. പക്ഷെ ഓണത്തിന് പോകില്ല, പിന്നെ പ്ലാൻ ചെയ്യും. അതെ, ഓണത്തിന് ഒത്തിരി പരിപാടികളായിരിക്കും. നേരെ ഇരിക്കും. ഒത്തിരി പരിപാടികൾ. അത് കഴിഞ്ഞിട്ടായിരിക്കും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുക. ഓണം ഭക്ഷണങ്ങൾ. ഈ ഓണത്തിന് നമുക്ക് ഈ ഓണം ഈ ഒരാഴ്ചയേ ഉള്ളൂ. വിദേശത്താണെങ്കിൽ 3 മാസമാവും ഓണം. ഗൾഫിലും യൂറോപ്പിലും ഒക്കെ 3 മാസമാണ്. ആ സമയങ്ങളിൽ അവർക്ക് പരിപാടി ഹോള് കിട്ടുന്നത്, ആളുകൾ അവധി കിട്ടുന്നതൊക്കെ വെച്ചിട്ട് 3 months 4 months ആണ് ഓണം അവർ. അപ്പോൾ ഓണം ഒരു വലിയ ഉത്സവമാണ്. ലോകത്തെമ്പാടുമുള്ള മലയാളി ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.